ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖായിദത്തുൻ, ഇതൊരു ഖായിദയാണ്. അൽ അസ്ലു അൽ അദ്മു, പുതുതായി ഉണ്ടാവുന്ന ഏതൊരു കാര്യത്തിലും അടിസ്ഥാനപരമായി ചിന്തിച്ച് അതില്ലാതിരിക്കുക എന്നുള്ളതാണ്. ഫിഹാ ഫുറൂൻ, അതിലൊരു പാട് ശാഖകളുണ്ട്. മിന്ന, ആ ശാഖകളിൽ പെട്ടതാണ് അൽ ഖൗലു, ഖൗലു നാഫിഇൽ വതി ഗാലിബൻ ലിഅന്നൽ അസ്ല അൽ അദ്മു. ഈ ശാഖകളിൽ പെട്ടതാണ് എന്ത് വാക്ക്? എന്ത് വാക്ക്? ഭാര്യയുമായി ബന്ധപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നവന്റെ വാക്കാണ് അവിടെ സ്വീകരിക്കുക സാധാരണഗതിയിൽ. അതെന്താണ് കാരണം എന്ന് ചോദിച്ചാൽ, അടിസ്ഥാനപരമായി പറഞ്ഞാൽ അങ്ങനെ ബന്ധം നടന്നിട്ടില്ല എന്നാണ് അസ്ലി. അതുകൊണ്ടാണ് ശാഖയിൽപ്പെട്ടതാണ് അൽ ഖൗലു, ഖൗലു ആമിൽ ഖിറാലി, ഖിറാലിന്റെ പ്രവൃത്തി ചെയ്യുന്ന ആളാരാണോ അയാളെ വാക്കെടുക്കുക, ഉടമന്റെ വാക്കല്ല. എവിടെ? ഈ ഖൗലിഹി, അവന്റെ ഖൗലിൽ, ലം അർബഹ്, എനിക്ക് ലാഭം കിട്ടിയിട്ടില്ല എന്നാണ് ആമിൽ ഖിറാൽ പറഞ്ഞാൽ അതാ സ്വീകരിക്കാം. എന്തുകൊണ്ട്? അന്നൽ അസ്ല അദ്മു റിബിഹി, അവിടെ അടിസ്ഥാനപരമായി ചിന്തിച്ചാൽ കിട്ടുക എന്താണ്? ലാഭം ഇല്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ പറഞ്ഞത് ഔലം അർബ ഇല്ല കഥ, ഞാൻ ഇത്ര അല്ലാതെ ലാഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞ വാക്ക് എന്നാൽ സ്വീകരിക്കും. എന്താ ആ വാക്ക് സ്വീകരിക്കണത്? ഒരു 10 ലാഭം കിട്ടിയിട്ടുള്ളൂ, അതിന് കൂടുതൽ കിട്ടിയുള്ളതെന്ന് പറഞ്ഞാൽ ആ വാക്ക് എടുക്കണത് അന്നൽ അസ്ല അദ്മു സാഇദി. അവിടെ അടിസ്ഥാനപരമായി ചിന്തിച്ചാൽ എന്താ ഉണ്ടാവും? കൂടുതലില്ല എന്നുള്ളതാണ്. വഫീ ഖൗലിഹി, അവന്റെ വാക്കാണ് സ്വീകരിക്കുക. അവിടെ ലം തൻഹനി അൻ സറായി കഥ, ഇന്നത് വാങ്ങണമെന്ന് എന്നെ തടഞ്ഞിട്ടില്ല. ഇന്ന കാര്യം വാങ്ങുക എന്ന കാര്യത്തൊട്ട് എന്നെ തടഞ്ഞിട്ടില്ല ഉടമസ്ഥൻ. അങ്ങനെ നീ തടഞ്ഞിട്ടില്ല എന്ന് ഉടമസ്ഥനോട് ആമിൽ ഖിറാൽ പറഞ്ഞാല് ആ വാക്ക് സ്വീകരിക്കും. എന്താ കാരണം? അന്നൽ അസ്ല അദ്മു നഹി, അവിടെ തടയാതിരിക്കലാണ് അടിസ്ഥാനം. അതുകൊണ്ടാണ്. അത് മാത്രമല്ല, വലി അന്നകുലൗകാന കമാ യജഅഉൽ മാലികു, ഉടമസ്ഥൻ വാദിക്കുന്നത് പോലെയാണ് കാര്യം വന്നു വന്നാൽ ലക്കാന ഖായിനൻ, അവന് ആമിൽ ഖിറാൽ വഞ്ചകനായി മാറൂലേ? അത് അപകടം ചെയ്യും, അത് പാടില്ല. വൽ അസ്ലു അദ്മുൽ ഖിയാനത്തി, അവിടെ ചതി ഇല്ല എന്നിരിക്കലാണല്ലോ അസ്ലി. അതുകൊണ്ടാണ്. വഫീ ഖാദിരി റഇസിൽ മാൽ, റഇസിൽ മാലിന്റെ കണക്ക് ഇത്തരന്റെ 1,00,000 തന്നിട്ടുള്ളെന്ന് പറഞ്ഞ ആ വാക്കിലും ജോലിക്കാരൻ ആരാണോ ഓന്റെ വാക്ക സ്വീകരിക്കാം. എന്താ കാരണം? അന്നൽ അസ്ല അദ്മു സിയാദ, അടിസ്ഥാനം സിയാദത്തിനെ തടുക്കൽ ഇല്ല എന്നുള്ളതാണ് പറയാനുള്ളത്. വഫീ ഖൗലിഹി ബഅദ തൽഹി, ഇനി സമ്പത്ത് നശിച്ചുപോയി. നശിച്ചതിന്റെ ശേഷം അവൻ പറഞ്ഞു അഖൽതുൽ മാല ഖിറാലൻ, ഞാൻ സമ്പത്ത് ഖിറാലായിട്ട് പിടിച്ചു എന്ന് പറഞ്ഞു. സമ്പത്ത് പോയി. സമ്പത്ത് പോയിട്ട് പറയാണ്, നശിച്ചതിന് ശേഷം പറയാണ് ഞാൻ എടുത്തത് ഖിറാലായിട്ടാണ് മുതൽ പിടിച്ചതെന്ന് പറഞ്ഞു. ഖാറുൽ മാലിക്കു, ഉടമസ്ഥൻ പറയുന്നു ഖർളൻ, അങ്ങനല്ല കടമായിട്ട് കൊടുത്തതാണ് എന്ന് പറഞ്ഞു. ഇങ്ങനെ പറയുന്നിടത്തും ഖിറാൽ നടത്തിയതാണെങ്കിൽ അതാണ് ശരിയെന്ന്. കമാ ഖാലുൽ ബഅവിയു, ഇമാം ബഅവി തങ്ങൾ പറഞ്ഞതുപോലെ, ഇബ്നു സലാം പറഞ്ഞതുപോലെ, ഫീ ഫതാവാഹുമ, തന്റെ ഫത്വയിൽ, രണ്ടാളെ ഫത്വയിൽ അങ്ങനെ പറഞ്ഞത്. എന്തുകൊണ്ട്? അന്നഹുമ, കാരണം അത് രണ്ടും ഇത്തഫഖ, രണ്ടുപേരും യോജിച്ചു, അലാ ജവാദി തസറുഫി, കൈകാര്യം ചെയ്യൽ ജായിസാണ് എന്നതിൽ യോജിച്ചല്ലോ. വൽ അസ്ലു, അങ്ങനെ വരുമ്പോ അടിസ്ഥാനപരമായി ചിന്തിച്ചാൽ അദ്മുൽ അമാൻ, അവിടെ ഉത്തരവാദിത്വം ഇല്ലാതിരിക്കലാണ്. അപ്പൊ ഉത്തരവാദിത്വം ഇല്ലാതിരിക്കലാണ് അസ്ലി. കാരണം ഖർളാകുമ്പോൾ ഉത്തരവാദിത്വം വരും, ഖിറാലാകുമ്പോൾ ഉണ്ടാവില്ലല്ലോ എന്നാണ്. വലോ ഖാറൽ മാലിക്കു, ഇനി ഉടമസ്ഥൻ പറഞ്ഞാല് ഖിറാലൻ, ഞാൻ കൊടുത്തത് ഖിറാലൻ നിലക്കാണെന്ന് പറഞ്ഞു. വഖാൽ ആഖറു, ആമില് പറയുകയാണ് ഖർളൻ അല്ല കടമായിട്ടാണെന്ന് പറഞ്ഞു. ഇങ്ങനെ പറയുകയാണ് എങ്കിൽ വദാലിക, വാക്ക് സംഭവിക്കുന്നത് എപ്പോഴാണ്? മാലി ഒരു വിഹിയും,
സമ്പത്ത് അവശേഷിക്കുന്നു, ലാഭവും അവിടെ ഉണ്ട്. ആ സന്ദർഭഘട്ടത്തിലാണ് പറഞ്ഞതെങ്കിൽ ഫലം അറഫീക നഖ്റൻ, ഇതിലെന്ത് പറയും? ഈ മസ്അലയിൽ ഒരു ഉദ്ധരണി ഞാൻ കണ്ടിട്ടില്ല. അപ്പോ അള്ളാഹു അവിടെ മനസ്സിലാവുന്ന എന്താന്ന് ചോദിച്ചാൽ അന്നൽ ഖൗലു മുദ്ദഇൽ ഖർളി അയ്ളൻ, ഇവിടെ ഖർള് ആരാണോ വാദിച്ചതെങ്കിൽ ആ വാദിച്ച ആളുടെ ഖൗലാണ് എന്നാണ് ഇവിടെ പറയാനുള്ളത്. അയ്ളെന്ന് പറയുമ്പോ മാലിക് ഖർള് വാദിച്ചാൽ അംഗീകരിക്കണ്ടേ എന്നതുപോലെ തന്നെ അതിന് കാരണങ്ങളുണ്ട്. മുമ്പ് ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. മിൻഹ, ആ കാര്യങ്ങൾ പെട്ടതാണ് എന്ത്? അന്നഹു അഗ്നല്ല അലൈഹി, അവന്റെ മേലിൽ ആ കാര്യം ഗൗരവപ്പെടുത്തി തന്നു, അതുകൊണ്ടാണ് സ്വീകരിക്കുന്നത്. എന്തുകൊണ്ട്? ലി അന്നഹു ബിസ്വദദി അൻ യത്ലിഫൽ മാൽ ഔ യഖ്സർ, അല്ലെങ്കിൽ സമ്പത്ത് നശിപ്പിച്ചു കളയുക അല്ലെങ്കിൽ നഷ്ടം സംഭവിക്കുക എന്നൊരു വഴിയിലാണ് പണം ഉള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഓമിൻഹ, ആ കാര്യപ്പെട്ടതാണ് അന്നൽ യദലഹുബിൽ മാലി, കൈയവകാശം അവനാണുള്ള സമ്പത്തില്, ഒരിബിഹിൽ ലാഭത്തിനും അവകാശം അവന്റെ കയ്യിലല്ലേ, അതുകൊണ്ട് അവന്റെ വാക്ക് സ്വീകരിക്കാം. ഒമിന്ന കാര്യപ്പെട്ടതാണ് അന്നു ഖാദിർ അലാ ജാരി റിബിഹി ലഹു, ലാഭം അവന് ആക്കാൻ കഴിയും, ലാഭം അവനാക്കാൻ കഴിയും എന്നതിന്റെ മേലിൽ കഴിവുണ്ടല്ലോ, ആ കഴിവ് വെച്ച് നോക്കുമ്പോഴും അവന്റെ വാക്ക് കർമ്മ സ്വീകരിക്കാം. ഇസ്ത്രയിത്തു ഹാദാലി, ഇതിനെ ഞാൻ എന്താ എനിക്ക് വേണ്ടി വാങ്ങിയതാണെന്ന് പറഞ്ഞു. അങ്ങനെ വരുമ്പോ അവന്റെ വാക്ക് എന്താ? ലാഭം അവനാക്കാനോ? ഫൈന്നഹു യകൂനു ഖൗലു ഖൗലുഹു, അപ്പൊ അവന്റെ വാക്കായിട്ട് അംഗീകരിക്കുക എന്നാണ്. ഇനി വലവിത്തബഖ അല അന്നൽ മാല ഖിറാദൻ, ഇനി രണ്ടാളും യോജിച്ചു വന്നു സമ്പത്ത് ഖിറാദാണെന്ന് രണ്ടാളും പറഞ്ഞു. ഫദഅവാഹു, പിന്നെ അവന്റെ വാദം അന്നൽ മാല ഖർദൻ, മാല് ഖർദാണ് എന്ന വാദം. യസ്തൽസിമു ദഅവാഹു, അവന്റെ വാദത്തെ അത് നിർബന്ധമാക്കുന്നുണ്ട്. അന്നഹുസ്തറാഹു ലഹു, ആ സമ്പത്ത് അവന് വേണ്ടി വാങ്ങിയതാണെന്നുള്ളത് ഇതാക്കുന്നുണ്ട്, നിർബന്ധമാക്കുന്നുണ്ടല്ലോ ഖർദാന്ന് വരുമ്പോ. അപ്പൊ ലഹു, അപ്പൊ അതിന് കിട്ടിയ ലാഭം ആർക്കുള്ളതാണ്? അവനുള്ളതായിട്ട് മാറും. ഇത്തരം കാര്യങ്ങൾ പരിശോധിച്ച് നോക്കിയത് കൊണ്ടാണ് അവൻ ഖർദാണെന്ന് വാദിച്ചാൽ അത് അംഗീകരിക്കും എന്ന് പറഞ്ഞത്. ഓമിൻഹ, ശാഖകളിൽ പെട്ടതാണ് ലൗ സബത അലൈഹി ദൈറുൻ ബി ഇഖ്റാറിൻ ഔ ബയ്യിനത്തിൻ, ഇഖ്റാർ സമ്മതിച്ചു അല്ലെങ്കിൽ തെളിവുണ്ട്, സാക്ഷിയുണ്ട്, ഇത് പ്രകാരം അവന്റെ മേൽ കടം സ്ഥിരപ്പെട്ടു. എന്നിട്ട് കടമുണ്ടെന്ന് അംഗീകരിച്ചു സ്ഥിരപ്പെട്ടെങ്കിൽ അയാൾ വാദിക്കുകയാണ് ആ കടം ഞാൻ വീട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനെ തൊട്ട് എനിക്ക് പൊരുത്തപ്പെട്ട് തന്നിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞു. എന്നാൽ അപ്പോടെ വാക്ക് കൗലു കരീമിഹി, അവന് കടം കിട്ടാനുള്ള വാക്കാണ് സ്വീകരിക്കുന്നത്. ഇതെന്തിന്? അന്നൽ അസ്ല അതുമുദാലിക്ക, അടിസ്ഥാനപരമായി പറഞ്ഞാല് അതില്ലാതിരിക്കലാണല്ലോ. അപ്പൊ അതുകൊണ്ടാണ് വരീമിന്റെ വാക്കെടുക്കാതെ പറഞ്ഞത്. കടം കൊടുക്കാനുള്ള വാക്കെടുക്കാന്ന് പറയാൻ അതാണ്. ആ ശാഖയിൽപ്പെട്ടതാണ് വാങ്ങിയ വസ്തുവിൽ ന്യൂനതയുണ്ട്, ആ ന്യൂനത പഴയതാണ് എന്ന വിഷയത്തിൽ രണ്ടുപേരും തർക്കത്തിലായി. ബായു മുസ്തൻ തമ്മിൽ തർക്കത്തിലായി. അപ്പൊ അങ്കറുൽ ബായു പറയുന്നു അല്ല, എന്റെ അടുത്ത് ഒരു കുഴപ്പമില്ലായിരുന്നു പറഞ്ഞു. എന്നാ അപ്പോൾ കൗരുഹു, ബായിന്റെ വാക്കാണ് അവിടെ സ്വീകരിക്കുക. ഇനി വഖ്തലഹു ബിതഅലീലിഹി, ഇനി അയ്ബ് ഉണ്ടാവാനുള്ള കാരണം ബായി മറ്റൊന്ന് പറയുന്നു, മുസ്തരി വേറെന്ന് പറയുന്നു. എന്നെന്താണുള്ളത്? വക്കീല പറയപ്പെടുന്നു. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ എന്ത് വേണ്ടരും? അപ്പോ കൗല് വേണ്ടതാണെന്നോ ഇല്ലത്തിൽ എന്തായി? ഇഖ്തിലാഫായി വന്നു. എന്നാ പറയപ്പെടുന്നത് അന്നൽ അസ്ല അദ്മുബിയതിൽ ബായി, എന്നാ പിന്നീട് അസില് ബായിന്റെ വാക്ക് സ്വീകരിക്കുന്നതല്ലേ പറഞ്ഞത്. ആ വാക്ക് സ്വീകരിക്കാൻ കാരണം ആ ന്യൂനത ഇല്ലാതിരിക്കലാണ് ബായിന്റെ കയ്യിൽ.
ഫക്കീല പറയപ്പെട്ടിട്ടുണ്ട് അന്നൽ അസ്ല ലുസൂമുൽ അഖദ്, ഇടപാട് അവിടെ നടക്കലാണല്ലോ. അങ്ങനെ വരുമ്പോഴാണ് അസ്ല് ഇടപാട് ഉറക്കലാണ്. അപ്പൊ അങ്ങനെയും വരാം. ഒബിഹാദത്തൈലിൽ അപ്പൊ ഈ ഇല്ലത്ത് കൊണ്ട് ജസമർ റാഫിയോ വന്നവയോ അവിടെ ഇമാൻ റാഫി തങ്ങളും ഇമാൻ നബി തങ്ങളും ഈ ഇല്ലത്ത് കൊണ്ട് ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഏത് ലുസൂമുൽ അഖദ് കൊണ്ട്. അപ്പൊ രണ്ട് ഇല്ലത്താണ്. അതാണ് വഖുത്തുബി തഅലീലിഹി, ബായിന്റെ വാക്ക് സ്വീകരിക്കുക എന്ന ഇല്ലത്തിൽ ഖിലാഫ് ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാ പറയുന്നത്. ഖാലാൽ മാവറദി ഇമാം പറയുന്നത് വയംബനി അല ഖിലാഫി, ഇവിടെ അഭിപ്രായം വന്നു. ഈ അഭിപ്രായ പ്രകാരം പിറവിയെടുക്കും. മാലവിദ് അൽ ബായോ കിതബഹു, ന്യൂനത പഴയതാണെന്ന് ബായി വാദിച്ചാൽ, വൽ മുസ്തരി ഹുദൂസഹു, വാങ്ങിയാൾ പറഞ്ഞു പുതിയതാണെന്ന് വാദിച്ചു. ഇങ്ങനെ വരുന്ന വിഷയം ഇവിടെ ഈ ഖിലാഫ് പ്രകാരം പിറവിയെടുക്കും. വയതസവ്വറു ദാലിക, ഈ പറഞ്ഞ രൂപാന്തരപ്പെടുകയും ചെയ്യും. എന്തുകൊണ്ട്? ബിഅൻയബിഅഹു, ബായി ആ വസ്തുവിനെ വിൽക്കുക, ബിശറത്തിൽ ബറാഅത്തി, അതിലുള്ള ന്യൂനതയുണ്ടല്ലോ, ആ ന്യൂനതയ്ക്ക് ഒഴിവായി എന്ന നിബന്ധന പ്രകാരം വിറ്റു. എന്നിട്ട് ഫയദ്ദഅൽ മുസ്തരി വാദിക്കുന്നത്, ഫയദ്ദഅൽ മുസ്തരിയ, അങ്ങനെ മുസ്തരി വാദിക്കുക, അൽ ലുദൂസ. അപ്പൊ ഫയദ്ദഅൽ മുസ്തരി വാദിച്ച ലുദൂസ അല്ല, പുതിയതാണ്, ഖബൽ, ഞാൻ വാങ്ങുന്നതിന് മുമ്പ് തന്നെ പുതുതായി വന്നതാണെന്ന് പറഞ്ഞു. ഹത്താ യറുദ്ദബി, അതുകൊണ്ട് അവൻ മടക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ വന്നാൽ അന്നഹുല യബ്റഹുമിന്നു, അതിനെ തൊട്ട് അവൻ ഒഴിവാകുമോ? ഇല്ല. അപ്പൊ ബായി അതിന് ഉത്തരവാദിയാവുന്നവര്. കാരണം ബായി അല്ല മുസ്തരി. കാരണം അല്ലല്ല, നമ്മൾ കാരണം പറഞ്ഞാൽ അസ്ലി അതും എതിൽ ബായി, ബായിന്റെ കയ്യിൽ വെച്ചിട്ട് അസ്ലി പ്രകാരം ചിന്തിച്ചാൽ അത് ഇല്ലാതിരിക്കലാണ് എന്നതുകൊണ്ടാണ് ഇല്ലത്ത് പറയുന്നത് എങ്കിൽ സ്വദ്ദഖ്ന മുസ്തരി പറഞ്ഞ വാക്ക് നമ്മൾ സത്യമാക്കും. കാരണം ഈ അന്നദാലിക്കൽ മായനാണ് ആ പറഞ്ഞ ആശയം യഖ്തദി റദ്ദ ഉല, ഇവിടത്തിൽ അത് തിരിച്ചു കൊടുക്കാതെ വിടുന്നുണ്ട്. അല്ലൽ നാബി കൗൽ അസ്ലിൽ ലുസൂം, രണ്ട് കാരണമാണല്ലോ. കച്ചവടം മുറക്കലാണ് അടിസ്ഥാനം എന്നതുകൊണ്ട് കാരണം പറഞ്ഞാൽ സ്വദ്ദഖ്നൽ ബായി പറഞ്ഞ വാക്ക് നമ്മൾ വാസ്തവമാക്കും. ഇങ്ങനെയാണ്. അപ്പൊ ഇങ്ങനെ ഒരു അഭിപ്രായം ഇതുമൊക്കെ ഉടലെടുത്ത് വരും. ഖാല അസ്നവിയും, ഇമാം അസ്നവി തങ്ങൾ പറയുന്നത് ഓ മുഖ്തദ ദാലിക, ഈ പറഞ്ഞ തേട്ടം തസീഹു തസ്ദീഖിൽ ബായി, ഇവിടെയും ബായി പറഞ്ഞ വാക്കിനെ വാസ്തവമാക്കുക എന്ന സഹിയാക്കലാണ് പറയുന്നത് എഴുതാം. അപ്പൊ ഇവിടെയൊക്കെ ബായിക്കാണ് അവകാശമുള്ളത്, ഓന്റെ വാക്കാണ് സ്വീകരിക്കുക എന്ന് വന്നു.